നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ജനസേവകരായ നേതാക്കൾ സ്മാരകങ്ങളിലല്ല ജനഹൃദയങ്ങളിലാണെന്ന് CPM ജില്ലാ സെക്രട്ടറി. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റലിന്റെ അംഗീകാരത്തിന്റെ നിറവിൽ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ 2 ആതുരാലയങ്ങൾ. കലയും സംഗീതവും മാത്രമല്ല സംസ്കാരമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി. പത്തനാപുരത്തെ പൊതുചടങ്ങിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ജനസേവകരായ നേതാക്കൾ സ്മാരകങ്ങളിലല്ല ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ. പത്തനാപുരം ഗാന്ധിഭവനിൽ ഹാജി ആർ ഹുസൈൻ സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ നന്മ മാത്രമായിരുന്നു ഹാജി ആർ ഹുസൈൻ സാഹിബിന്റെ രാഷ്ട്രീയമെന്നും മാങ്കോട് പ്രദേശത്തിന്റെ ഇന്നുള്ള സാമൂഹ്യ പുരോഗതിക്ക് പ്രധാന കാരണക്കാരൻ ഹുസൈൻ സാഹിബായിരുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചു. മാങ്കോട് വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുകയും ആ നിലയിൽ അറിയപ്പെടുകയും ആ നിലയിലുള്ള വ്യക്തിത്വം സമൂഹത്തിൽ മരണം വരെ നിലനിർത്തുകയും ചെയ്തയാളാണ്. രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തോടെല്ലാം ഉള്ള താല്പര്യം നാടുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഏത് രാഷ്ട്രീയത്തോടാണ് താല്പര്യം എന്ന് പരിശോധിച്ചാൽ പ്രത്യേക രാഷ്ട്രീയത്തോടല്ല, നാടിനോടാണ്. പത്തനാപുരത്തോടും വിശേഷിച്ച് മാങ്കോടിനോടും അസാധാരണമായ ഒരു പ്രത്യേക ഒരു പക്ഷപാതിത്വം, അതിനുവേണ്ടി മറ്റെല്ലാ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് യോജിക്കാനും സഹകരിക്കാനും ആരോടും സഹകരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്നതാണ്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ പ്രദീപ് ഗുരുകുലം അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം ആസ്ഥാനമാക്കി താലൂക്ക് രൂപീകരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഹാജി ആർ ഹുസൈൻ സാഹിബ് ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഓർമ്മിക്കപ്പെടുന്നുവെന്നും പ്രദീപ് ഗുരുകുലം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി B. അജയകുമാർ, ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, കരകൌശല വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ സാം ചാക്കാട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. ഷേഖു പരീത്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K. എബ്രഹാം, രാഘവൻ നായർ, ഗോപാലൻ നായർ, സുബി ചേകം, ജലാൽ മാങ്കോട് എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ തുമ്പോട് വാർഡിലെ സ്വകാര്യ ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. ഇവിടെ നിന്നും പുറംതള്ളുന്ന മലിനജലവും വിഷവാതകവും പ്രദേശവാസികളെ രോഗികളാക്കുന്നതായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പുനലൂർ നഗരസഭ തുമ്പോട് വാർഡിൽ പ്രവർത്തിക്കുന്ന കേരള ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ ജനകീയ പ്രതിരോധ വേദി കൂട്ടധർണയും പ്രതിഷേധവും സംഘടിപ്പിച്ചു. 14 വർഷമായി പ്രവർത്തിക്കുന്ന ഈ റബ്ബർ ഫാക്ടറിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ദുർഗന്ധം വഹിക്കുന്ന ദ്രാവകവും വിഷവാതകവും മൂലം പ്രദേശവാസികൾ നിത്യ രോഗികളായി തീരുന്ന അവസ്ഥയിലാണ് ഇത്തരമൊരു സമരത്തിൽ തുനിഞ്ഞതെന്ന് ഇവർ സൂചിപ്പിച്ചു. ഫാക്ടറിയിൽ നിന്നും ഒഴുകി കല്ലടയാറ്റിൽ പതിക്കുന്ന വിഷദ്രാവകം മൂലം മറ്റ് പ്രദേശവാസികളും രോഗത്തിന്റെ പിടിയിലവരാൻ സാധ്യതയുണ്ട്. എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത പ്രതിഷേധ യോഗത്തിൽ നൂറുകണക്കിന് ജനങ്ങളും അണിചേർന്നു. ജനങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ജനകീയ പ്രതിരോധ സമിതി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ധർണയ്ക്ക് സമിതി രക്ഷാധികാരി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. മാരാങ്കോട് സന്തോഷ് സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ കൌൺസിലർ VP ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രബാബു, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് തുളസീധരൻ പിള്ള, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തി. VA ഇസാഖ്, വർഗീസ് എബ്രഹാം, ജയചന്ദ്രൻ, അജി, ഹരികുമാർ, അൻസാരി, എബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇവരുടെ എല്ലാം പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ച എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും പമ്പ സർവീസ് ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു.
സർവീസ് ഇല്ലാത്തതിനാൽ കിഴക്കൻ മേഖലയിലെ അയ്യപ്പ ഭക്തന്മാർ ദുരിതത്തിലാണ്. മലയോര മേഖലകളുടെ സംഗമ കേന്ദ്രമായ പത്തനാപുരത്തെ KSRTC ഡിപ്പോയിൽ നിന്ന് മണ്ഡലകാലത്ത് പമ്പയിലേക്ക് ബസ് സർവീസ് ഇല്ലാത്തതിൽ പ്രതിഷേധം ശക്തമായി. സമീപ മേഖലകളിലെ എല്ലാ KSRTC ഡിപ്പോകളിൽ നിന്നും പമ്പയ്ക്ക് ബസ് സർവീസ് ഉണ്ടെങ്കിലും പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് മാത്രം സർവീസ് ഇല്ല. ഇത് നൂറുകണക്കിന് അയ്യപ്പ ഭക്തരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പട്ടാഴി വടക്ക്, തലവൂർ, വിളക്കുടി, പിറവന്തൂർ, പത്തനാപുരം, കലഞ്ഞൂർ, ഏനാദിമംഗലം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽപ്പെടുന്ന അയ്യപ്പ ഭക്തർ പത്തനാപുരം KSRTC സ്റ്റാൻഡിലെത്തി വാഹനം ലഭിക്കാതെ പ്രയാസപ്പെടുന്നത് രാത്രികാലങ്ങളിൽ നിത്യസംഭവമാണ്. പുനലൂരിൽ നിന്നോ കൊട്ടാരക്കരയിൽ നിന്നോ വരുന്ന പമ്പ ബസ്സുകളെയാണ് ഇവിടുത്തെ സ്വാമിമാർ ആശ്രയിക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ബസ്സുകളിൽ ഇവിടെ നിന്ന് കയറുന്ന സ്വാമിമാർക്ക് സീറ്റ് കിട്ടാതെ വരുന്നതും പതിവാണ്. KSRTCയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാരെ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ 2-3 വർഷങ്ങൾക്ക് മുൻപൊക്കെ പട്ടാഴിയിൽ നിന്നും ഒരു സർവീസ് നമ്മുടെ പത്തനാപുരം വഴി പമ്പയിലേക്ക് പോകുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം ഡിപ്പോയിൽ നിന്നും വാഹനങ്ങളില്ല എന്നുള്ളതാണ് പറയേണ്ടത്. പുനലൂർ ഡിപ്പോയിൽ നിന്നാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അതും പരിമിതിയാണ്. രാത്രി 9 മണിക്ക് ഒരു വാഹനം വന്നാൽ അതിനുശേഷം പിന്നെ ഇല്ല. അതുകൊണ്ട് KSRTCയുടെ ഭാഗത്തു നിന്നും അയ്യഭക്തന്മാർക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതിനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് അയ്യപ്പ സേവാ സമാജത്തിന്റെ ഒരു അഭ്യർത്ഥനയാണ്. പമ്പയ്ക്ക് ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നെങ്കിലും അതൊന്നും ചെവിക്കൊള്ളുന്നതിന് KSRTC അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടക്കലിൽ സ്വീറ്റ് ഫാം ജംഗ്ഷനിൽ നിന്ന് ടൗൺ ഹാളിന് സമീപത്തേക്ക് നീളുന്ന ചെറിയ റോഡിൽ വാഹനങ്ങളുടെ ആധിക്യം വർദ്ധിച്ചു. വയലുകളുടെ മധ്യത്തിലൂടെയുള്ള ഈ റോഡിന് കൈവരികളില്ലാത്തത് അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കടക്കൽ സീഡ് ഫാം ജംഗ്ഷനിൽ നിന്ന് അഞ്ചുമുക്ക് വഴി കടക്കൽ അഞ്ചൽ റോഡിലേക്ക് പോകാനുള്ള പാതയാണ് കൈവരിയില്ലാത്തതിനാൽ അപകട ഭീഷണി ഉയർത്തുന്നത്. കടക്കൽ പട്ടണത്തിൽ വൺ വേ സംവിധാനം പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അഞ്ചൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പട്ടണത്തിലെത്താൻ ഈ പാതയാണ് പ്രധാന ആശ്രയം. പാതയുടെ ഇരുവശത്തും വയലുകളാണ്. രാത്രികാലങ്ങളിൽ വഴി പരിചയമില്ലാത്തവരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ഇവിടെ സാധ്യത ഏറെയാണ്. ദിവസവും രാവിലെ 8 മുതൽ വൺ വേ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ പാതയിൽ വാഹനങ്ങൾ വർദ്ധിക്കും. 2 വാഹനങ്ങൾ ഒരേ സമയം കഷ്ടിച്ചാണ് ഇതുവഴി പോകുന്നത്. ഈ സാഹചര്യത്തിൽ അപകടം ഒഴിവാക്കാൻ റോഡിൽ കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കൊട്ടാരക്കര MC റോഡിൽ KSTPയുടെ തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളാകുന്നു. നിരവധി തവണ പരാതി ഉയർന്നിട്ടും അധികൃതർ മൌനം പാലിക്കുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. MC റോഡിൽ KSTPയുടെ തെരുവ് വിളക്കുകൾ ഭൂരിഭാഗവും കത്തുന്നില്ല. പ്രധാന കവലകളെല്ലാം ഇപ്പോൾ കൂരിരുട്ടിലാണ്. മാസങ്ങൾക്ക് മുമ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ തെരുവ് വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങിയത്. ദിവസങ്ങൾക്കകം തന്നെ പലതും തകരാറിലായി. നിരവധി തവണ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലും KSTP അധികൃതരെയും പരാതി അറിയിച്ചെങ്കിലും നടപടികളുണ്ടായില്ല. കുളക്കട പഞ്ചായത്തിൽ കലയപുരം മുതൽ ഏനാത്ത് വരെയുള്ള പ്രധാന കവലകളിലെ ഭൂരിഭാഗം വിളക്കുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അടുത്ത സാമ്പത്തിക വർഷമേ ഇതിന്റെ നവീകരണം നടത്താൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി പദ്ധതി തയ്യാറാക്കി കളക്ടറുടെയും മറ്റും അംഗീകാരം നേടിയ ശേഷമേ നവീകരണ ജോലികൾ കരാറുകാർക്ക് കൈമാറാൻ കഴിയുകയുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റലിന്റെ അംഗീകാരത്തോടെ ജില്ലയിലെ ഏറ്റവും മികച്ച ആശുപത്രികളായി മാറിയിരിക്കുകയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയും കരവാളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രവും. നിസ്തുല സേവനത്തോടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുകയാണ് മലയോര മേഖലയിലെ ഈ 2 ആശുപത്രികളും. കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മികച്ച ആശുപത്രിക്കുള്ള അവാർഡ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമ്മാനിക്കുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്യാഷ് അംഗീകാരം. ഒപ്പം നാഷ് അംഗീകാരത്തിനുള്ള പടിവാതിൽ തുറക്കപ്പെടുന്നു. സൂപ്രണ്ടും ആശുപത്രി ജീവനക്കാരും തമ്മിലുള്ള ഐക്യവും ആശുപത്രി ജീവനക്കാരും നഗരസഭയും പദ്ധതി നടത്തിപ്പിൽ കാട്ടുന്ന ഒത്തൊരുമയുമാണ് അംഗീകാരം ലഭിക്കാൻ സഹായകമായതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ പറഞ്ഞു. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആശുപത്രിയിലെ ജീവനക്കാരും മുഴുവൻ സ്റ്റാഫുകളും ഈ പ്രദേശത്തുള്ള നാട്ടുകാരും ജനപ്രതിനിധികളും ഭരണസമിതികളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമാണ് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് ഈ താലൂക്ക് ആശുപത്രിക്ക് കിട്ടിയത്. 2009-10 കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മലിനമായ, ഏറ്റവും വൃത്തിഹീനമായ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന താലൂക്ക് ആശുപത്രികളിൽ ഒന്നായിരുന്നു ഇത്. അവിടെ നിന്ന് ഒരുപാട് പടികൾ ചവിട്ടിക്കയറി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി എന്നുള്ള പുരസ്കാരങ്ങൾ പല പ്രാവശ്യം നേടിയിട്ട് ഗുണമേന്മയിൽ ജീവനക്കാരുടെ സേവനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആശുപത്രി എന്നുള്ള ഖ്യാതി നേടിയെടുക്കുക എന്നുള്ള ചെറിയൊരു കാര്യമല്ല. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് തീരുമാനിക്കുന്ന ഏകദേശം 502 ഹെഡിങ്ങുകളുണ്ട്. നിർബന്ധമായിട്ടും വേണ്ട 502 ഹെഡിങ്ങുകളുണ്ട്. അത് ജില്ലാ ആശുപത്രിക്കും താലൂക്ക് ആശുപത്രിക്കും ഏകദേശം ഒരുപോലാണ്. അത് സാധ്യമാക്കുക, അത് നിലനിർത്തുക എന്നതിന്റെ ചെറിയൊരു കാര്യമല്ല. അത് ജീവനക്കാരുടെ പെരുമാറ്റമുണ്ട്, ആശുപത്രിയുടെ വൃത്തിയും പരിസരങ്ങളും ഉണ്ട്, അതുണ്ട്.
പിന്നെ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സേവനമുണ്ട്, മരുന്നുകൾ ആശുപത്രിയിൽ കടന്നു വരുന്ന രോഗികൾക്ക് സുഖപ്രാപ്തിയിൽ എത്താൻ കഴിയുന്നു എന്നുള്ള വിശകലനമുണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്, ജീവനക്കാരുടെ ഡോക്ടർമാർ തൊട്ട് ഏറ്റവും താഴേക്കുള്ള ക്ലാസ് 4 ജീവനക്കാരുള്ള എല്ലാവരുടെയും പരിശീലനങ്ങളുണ്ട്. ചെറിയ കാര്യമല്ല, കഴിഞ്ഞ ഒരു 11 മാസക്കാലമായിട്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മൾ സാധ്യമാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ജില്ലയിൽ ഒരു അപൂർവ നേട്ടമാണിത്. കാരണം 2009 മുതൽ ജില്ലയിലെ പല ആശുപത്രികളും കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസിന് മുന്നോട്ട് വന്നിരുന്നു. അവരെല്ലാം നമ്മൾ പിന്നിലാക്കിക്കൊണ്ടാണ് പുല്ലൂർ താലൂക്ക് ആശുപത്രി ഇന്ന് മുന്നിലെത്തിയിരിക്കുന്നത്. കാഷ് അംഗീകാരത്തിന് മാനദണ്ഡമായ 501 നിബന്ധനകൾ യഥാവിധി പാലിച്ചാണ് പുനലൂർ താലൂക്ക് ആശുപത്രി ഒന്നാമതെത്തിയത്. ആഴ്ചകൾക്ക് മുമ്പ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക സംഘം താലൂക്ക് ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാഷ് അംഗീകാരം ലഭിച്ചത്. കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് സൌജന്യ ഉച്ചഭക്ഷണം നൽകുന്ന പാഥേയം പദ്ധതി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മാത്രമാണുള്ളതെന്ന് സംഘം വിലയിരുത്തിയിരുന്നു. ആധുനിക ഫാർമസി, OP, കാഷ്വാലിറ്റി, ലബോറട്ടറി, റിസപ്ഷൻ, ബ്ലഡ് ബാങ്ക്, വിവിധ വാർഡുകൾ, ലേബർ കോട്ട്, ലേബർ സ്യൂട്ട്, പീഡിയാട്രിക് വാർഡ്, കോൺഫറൻസ് ഹാൾ, കാന്റീൻ, നിരീക്ഷണ മുറി എന്നിവയുടെ പ്രവർത്തനം സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയെ കാഷ് അംഗീകാരത്തിനായി തെരഞ്ഞെടുത്തത്. കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റലിന്റെ അംഗീകാരം. ഇതോടെ കൊല്ലം ജില്ലയിലെ കാഷ് അംഗീകാരം നേടുന്ന ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാവുകയാണ് കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. 2008 മുതൽ തുടർച്ചയായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സംസ്ഥാനത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെന്ന പുരസ്കാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെയാണ് കാഷ് അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നതെന്ന് മെഡിക്കൽ ഓഫീസ് റാണി ചന്ദ്രൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാവിലെ 11 മണിയോടുകൂടി ആദ്യമായി കൊല്ലം ജില്ലയിലെ ഒരു ആരോഗ്യ സ്ഥാപനത്തിന്, അതായത് കരവാളൂർ പ്രാഥമിക ആരോഗ്യത്തിന് അക്രഡിറ്റേഷൻ DHS പ്രഖ്യാപിച്ചു. നമ്മുടെ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു വിദഗ്ധ സംഘം ആശുപത്രി പരിശോധിച്ചിരുന്നു. അവരുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസത്തോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആശുപത്രിയിലെ ഗുണനിലവാരവും ആശുപത്രി ജീവനക്കാരുടെ ഉത്തരവാദിത്വവും പേഷ്യൻസിന് എന്തുമാത്രം നമ്മൾ സേവനം കൊടുക്കുന്നു അതെല്ലാം വിലയിരുത്തിയാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. അവരുടെ നിഗമനത്തിൽ കരവാളൂർ പ്രാഥമിക ആരോഗ്യത്തിൽ ഉള്ളതുപോലെ ഡ്രസ്സിംഗ് റൂം, ഇഞ്ചക്ഷൻ റൂം, സ്ത്രീകളെ പരിശോധിക്കാനുള്ള IUCD റൂം, ഇവയുടെ ഗുണനിലവാരം അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ഇത് മറ്റ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് മാതൃകയാണെന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അക്രഡിറ്റേഷന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ആശുപത്രി സന്ദർശിച്ചിരുന്നു. ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചുരുക്കം ചില സർക്കാർ ആശുപത്രികളിൽ ഒന്നാണ് കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെന്നും പഞ്ചായത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് മെഡിക്കൽ ഓഫീസറും സംഘവും പ്രവർത്തിച്ചതാണ് ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചതെന്നും ഇപ്പോൾ ലഭിച്ച നേട്ടത്തിൽ ജീവനക്കാർ അവരുടെ ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. കാഷ് അംഗീകാരം കിട്ടുന്നതോടെ കൊല്ലം ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മാതൃകയാവുകയാണ് കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. സ്ത്രീകളെ പരിശോധിക്കുന്നതിനുള്ള അണുവിമുക്തമായ IUCD റൂം, നൂതന സംവിധാനത്തോടെയുള്ള ഡ്രസ്സിംഗ് റൂം, ഇഞ്ചക്ഷൻ റൂം, വികലാംഗർക്ക് ഉപയോഗിക്കുന്നതിന് പ്രത്യേക രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനം എന്നിവ സംസ്ഥാനത്ത് ആദ്യമായി ഒരുക്കിയിരിക്കുന്നത് കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഇതുതന്നെയാണ് ഈ ആശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശാന്തമായ അന്തരീക്ഷത്തിൽ ആത്മസംതൃപ്തിയോടെയാണ് ഇവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം ജീവനക്കാരുടെ സഹകരണം നല്ല രീതിയിലുള്ള സഹകരണമാണ് ഉണ്ടായത്. ഡോക്ടറിനും മറ്റു ജീവനക്കാരും ഫീൽഡ് സ്റ്റാഫും എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റീവായിട്ട് സഹകരിക്കുന്ന ഒരു ആശുപത്രിയാണിത്. ഇവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള സേവനമാണ് കൊടുക്കുന്നത്. പരസ്പര സഹകരണം ജീവനക്കാരുടെ ഇടയിൽ വളരെ വേറുള്ള ആശുപത്രികളെ അപേക്ഷിച്ച് കൂടുതലാണ്. കാരണം മറ്റുള്ളവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഡോക്ടർ എന്ത് വിവരം ഉണ്ടെങ്കിലും മറ്റ് ജീവനക്കാരോട് ആലോചിച്ച് ചെയ്യുന്നതിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഓരോന്നും കൃത്യതയോടെ ചെയ്യുന്നൊരു സഹകരണ രീതിയാണ് ഉള്ളത്. ഇവിടെ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ള ആശുപത്രികളെ അപേക്ഷിച്ച് രോഗികളോടുള്ള സമീപനമാണെങ്കിലും നല്ല രീതിയിലാണ് കാണുന്നത്. ഗ്രാമപഞ്ചായത്തുകളുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണമാണുള്ളത്. എന്ത് ഫംഗ്ഷൻ വെച്ചിരുന്നാലും, എന്തൊരു സെമിനാർ വെച്ചിരുന്നാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ഘാടനമാണെങ്കിലും, നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഡോക്ടറും ഇവിടെ വന്ന് സഹകരിക്കുന്നത് നല്ല രീതിയിലാണ്. ഫീൽഡ് സ്റ്റാഫിന്റെ പ്രവർത്തനവും വളരെ മികച്ചതാണ്. തുടർന്നും കൂടുതലായിട്ടുള്ള സഹകരണവും സേവനവും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് കാഷിന്റെ അക്രഡിറ്റേഷനും ഈ ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം പൊള്യൂഷൻ കൺട്രോളിന്റെ ഒരു
സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഏറ്റവും മികച്ച സേവനത്തിനും നല്ല ശുചിത്വ മിഷന്റെ അവാർഡും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ PHC എന്ന് പറയുന്നത് ഒരു പ്രത്യേകതാണ്. നല്ല അറ്റ്മോസ്ഫിയർ, പിന്നെ സ്റ്റാഫ് തങ്ങളിലെ നല്ല സഹകരണം, അതുപോലെ എത്ര തിരക്കിട്ടായാലും OP എല്ലാം നല്ലതുപോലെ മാഡം വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഫീൽഡിൽ സൂപ്പർവൈസറാണ്. ഇവിടെ 4 സബ് സെൻ്ററുണ്ട്. അവിടുത്തെ JPHമാരും JHIമാരും എല്ലാം നല്ല ഫീൽഡ് ആക്ടിവിറ്റി ആശാപ്രവർത്തകരോട് ചേർന്നുകൊണ്ട് നല്ല ഫീൽഡ് ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. ഏത് വർക്കായാലും എത്ര സമയം അവർ നോക്കാതെ നല്ലതുപോലെ ഫീൽഡിലെ എല്ലാ കാര്യങ്ങളും, സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റി ആയാലും ആൻറ്റിനാറ്റൽ കെയർ ആയാലും ഇൻഫൻറ്റിൻ്റെ കെയർ ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തി അന്നേരം റിപ്പോർട്ടും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. PHCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ക്ലിയറായിട്ട് പോകുന്ന ഒരു PHC. ഇവിടെ സ്റ്റാഫ് സമയം നോക്കാതെയാണ് സത്യത്തിൽ വർക്ക് ചെയ്യുന്നത്. അവർ 4 മണിയോ 5 മണിയോ വരെ നോക്കാതെ കൂടുതൽ സമയം ഇരുന്ന് അവരുടെ വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത്. എനിക്കിവിടെ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള. രോഗികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ OP കൌണ്ടർ, ഡോക്ടറെ കാണുന്നതിന് ക്യൂ നിന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ ടോക്കൺ സൌകര്യവും വിശാലമായ വിശ്രമ സംവിധാനവും, വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള മെഡിക്കൽ റൂം എന്നിവയും ഈ ആശുപത്രിയുടെ പ്രത്യേകതയാണ്. മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ജീവനക്കാരും തമ്മിലുള്ള ഒത്തൊരുമയും ആശുപത്രി ജീവനക്കാരും പഞ്ചായത്തും തമ്മിലുള്ള സഹകരണവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളത്. ഈ ശ്വാസം മുട്ടിന് വന്ന് മരുന്ന് ചെയ്ത് എനിക്ക് നല്ല സുഖം കിട്ടി. ഇപ്പം ഈ ഏണരപ്പ് അതിന് ഈ മരുന്നൊക്കെ ചെയ്ത് എനിക്ക് നല്ലതായിട്ട് തഞ്ചവും കിട്ടി, അസുഖത്തിനും കുറവ് കിട്ടി, എനിക്ക് സമാധാനം കിട്ടിയിരുന്നു. ഇന്ന് എനിക്കിപ്പോൾ 2 ദിവസം കൊണ്ട് ഇച്ചിരി വല്ലായ്മ കൊണ്ട് അങ്ങനെ വന്നാലുടനെ എനിക്ക് മരുന്ന് തരും. ചീട്ട് നമ്പരില്ലാതെ എനിക്ക് മരുന്ന് തരും. കൂപ്പൺ എടുക്കാതായാലും എനിക്ക് അംഗീകരിച്ചില്ല. അസുഖം ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഈ ആശുപത്രിയിലെങ്ങും പോയി ഒത്തിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷവും ഫുഡ് ഫെസ്റ്റിവൽ 2013 സംഘടിപ്പിക്കുന്നു. ഇതിലൂടെ സമാഹരിക്കുന്ന തുക അശരണരായവർക്കും വികലാംഗർക്കും ക്ഷേമപ്രവർത്തനത്തിന് ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് ഈ വർഷം സെന്റ് തോമസ് സ്കൂൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും മറ്റും ആതുര സേവന രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള താല്പര്യമാണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. ഏതാണ്ട് 58 ഇനം ഭക്ഷ്യ വിഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്കായി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അശരണരായിട്ടുള്ള സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള വ്യക്തികൾക്ക് മുച്ചക്ര വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. 20-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഫുഡ് ഫെസ്റ്റിവൽ, ഉപഹാര സമർപ്പണം, തോംസിയൻ സിംഫണി, ഗാനമേള, വാദ്യോപകരണ സംഗീതം, ഡാൻസ് പ്രോഗ്രാം, മാജിക് ഷോ എന്നീ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെങ്കോട്ട പാതയിൽ 2014 ട്രെയിൻ ഓടിത്തുടങ്ങുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനം ജലരേഖയാകുന്നു. 2014 പടിവാതുക്കൽ എത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനം 40% പോലും കടന്നിട്ടില്ല. 2014 ട്രെയിൻ ഓടിത്തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ അടുത്ത കാലത്തെങ്ങും ഈ പാതയിലൂടെ ട്രെയിൻ ഓടാൻ സാധ്യതയില്ല. 4 റീച്ചുകളിലായാണ് നിർമ്മാണം തുടങ്ങിയത്. ഇവയിൽ പുനലൂർ ഇടമൺ റീച്ചിലും ആര്യങ്കാവ് ഭഗവതിപുരം റീച്ചിലും ഭാഗികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇടമൺ തെന്മല റീച്ചിലും തെന്മല ആര്യങ്കാവ് റീച്ചിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂർ പിറക്കൽ പാലത്തിന് സമീപം വയൽ നികത്തൽ വ്യാപകമാകുന്നു. ഭൂരഹിതരായ നിർധനർക്ക് വീട് വയ്ക്കാൻ എന്ന വ്യാജേനയാണ് വയൽ നികത്തുന്നത്. ഭൂമാഫിയകളാണ് ഇതിന് പിന്നിലെന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നു. വ്യാപകമായി വയൽ മണ്ണിട്ട് നികത്തുന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ വറ്റിവരളുന്നതായും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നതായും പരാതി. കരവാളൂർ പിറക്കൽ പാലത്തിനു സമീപമാണ് വ്യാപകമായി വയൽ നികത്തൽ നടക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി പിറക്കൽ കോയിക്കലരികത്ത് വീട്ടിൽ ചന്ദ്രൻ നായർ ജില്ലാ കളക്ടർക്കും പത്തനാപുരം തഹസിൽദാർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ രാത്രിയുടെ മറവിൽ വയൽ നികത്തൽ തകൃതിയായി നടക്കുകയാണ്. വയൽ നികത്തൽ ആരംഭിച്ചതോടെ സമീപത്തെ കിണറുകളിലും നീർച്ചാലുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും ജലത്തിന്റെ അളവ് കുറയുന്നതായി നാട്ടുകാർ പറയുന്നു. വളരെ വർഷം കൊണ്ട് നെൽവയലായിരുന്നു. ഈ നെൽവയൽ നികത്തി മണ്ണിടാൻ ശ്രമിക്കുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ 3 മണിക്കാണ് മണ്ണ് കൊണ്ടുവരുന്നത്. മണ്ണിട്ടേച്ച് പെട്ടെന്ന് ലോറി ഓടി അങ്ങ് പോവുകയാണ്. ഇതിനെതിരെ കളക്ടർക്കും RDOയ്ക്കും തഹസിൽദാർക്കും ജില്ലാ ഓഫീസർക്കും എല്ലാം പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ആയതിനാൽ ഇതിനെതിരെ നടപടി ഉണ്ടാകണം. കുടിവെള്ള പ്രശ്നമാണ്. അത് തന്നെയല്ല, കുടിവെള്ള പ്രശ്നം ഇവിടെ എൻ്റെ കിണറ്റിൽ വെള്ളം ഒട്ടുമില്ലായിരുന്നു. 5000 ലിറ്റർ കിണറ്റിലടിക്കാണ് ഞാൻ അന്ന് എൻ്റെ മോടെ കല്യാണം നടത്തിയത്. ഇപ്പോൾ അതിനകത്ത് കുടിവെള്ളം ഉള്ളത് ഈ കണ്ടത്തിൽ, ഈ നിലത്തിൽ ഈ വെള്ളം കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുടിവെള്ളമുണ്ട്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും എനിക്ക് അനുകൂലമായി നിയമ നടപടി ഉണ്ടാകണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. വീടും പുരയിടവും ഇല്ലെന്നു കാട്ടി ബാങ്ക് ഉദ്യോഗസ്ഥനായ സുരേഷ് വയൽ നികത്താൻ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ഉത്തരവ് വാങ്ങി വയൽ നികത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ സുരേഷിന്റെ വയലിനോട് ചേർന്നുള്ള പിറക്കൽ ബിനു ഭവനത്തിൽ ജോണി മാമച്ചന്റെ മകൻ ബിനുവും തന്റെ വയലിലേക്ക് മണ്ണ് ഇറക്കി നിരത്തുകയാണ്. ഈ 2 സ്ഥലത്തോടും ചേർന്നുള്ള വസ്തു മറ്റൊരാൾ വാങ്ങിയിരുന്നു. ഇയാളും ഭൂമാഫിയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 40 സെന്റ് വയലാണ് നികത്താൻ ശ്രമം നടത്തുന്നത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്നുള്ള ജലാശയങ്ങളും വയലുകളും മണ്ണിട്ടു നികത്തിയാൽ ഭാവിയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകും. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഈ വയലുകളൊക്കെ നികത്തുന്നത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തത് കാരണം പല ബുദ്ധിമുട്ടുകളും വെള്ളക്കെട്ടുണ്ടാകുന്നു, മറ്റ് കൃഷികൾക്ക് ബാധിക്കുന്നു. അത് അധികാരികൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഈ വയൽ നികത്തുമ്പോൾ 2 സൈഡിൽ കൂടെയും വെള്ളം പോകത്തക്ക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അല്ലാതെ മറ്റ് കൃഷിക്ക് ദോഷകരമായ വിധം ഇത് വയൽ നികത്താനുള്ള അനുവാദങ്ങൾ കൊടുക്കരുത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കലയും സംഗീതവും മാത്രമല്ല സംസ്കാരമെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തി പത്തനാപുരത്ത് സംഘടിപ്പിച്ച പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കാരം എന്ന വാക്കിന്റെ നിർവചനം കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കലും അവരുടെ കണ്ണീരൊപ്പിലുമാണെന്ന് സൂര്യ കൃഷ്ണമൂർത്തി ഗാന്ധിഭവനിൽ പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവനിൽ വർഗീസ് പടിയറയുടെ പേരിൽ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് നേടിയ കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലകൾ, സംഗീതം, സിനിമ എന്നിവയ്ക്ക് സംസ്കാരവുമായി കാര്യമായ ബന്ധമില്ലെന്നും സംസ്കാരത്തിന് ഓരോ രാജ്യത്തും വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഭരണം രാജ്യത്ത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് കേരള ശബ്ദം മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ BA രാജാകൃഷ്ണൻ പറഞ്ഞു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം ജനവികാരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കലാമണ്ഡലം കലാരത്ന പുരസ്കാര ജേതാക്കളായ ചവറ പാർക്കുട്ടിയമ്മ, ഡോക്ടർ R ശ്രീകുമാർ, താമരക്കുടി കരുണാകരൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര സാമൂഹ്യക്ഷേമ ബോർഡ് മെമ്പർ ഷാഹിദ കമാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവയിത്രി ബൃന്ദ സോമരാജൻ, പ്രൊഫസർ ടോണി മാത്യു, ഡോക്ടർ പുനലൂർ സോമരാജൻ, മുട്ടറ ഉദയഭാനു, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഡോക്ടർ R ശ്രീകുമാർ, KK ബാബു, വിജയൻ അമ്പാടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വയലുകൾ നികത്തി കരഭൂമിയാക്കി ഭൂമാഫിയകൾ ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ കരഭൂമിയായിരുന്ന വയൽ വീണ്ടും വയലാക്കി മാറ്റി നെൽകൃഷി ഇറക്കി ശ്രദ്ധേയമാവുകയാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത്. 7 വർഷമായി തരിശായി കിടന്ന വയലിൽ ആരംഭിച്ച നെൽകൃഷി നെൽകർഷകർക്ക് പുതുജീവൻ നൽകുന്നു. പുനലൂർ സ്വദേശിയായ രാമസ്വാമി ചെട്ടിയാരുടെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ പാടത്താണ് ജില്ലാ പഞ്ചായത്തിന്റെയും കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. ജില്ലയിലെ തരിശായി കിടക്കുന്ന പാടങ്ങളിൽ നെൽകൃഷി വ്യാപിപ്പിച്ച് കൊല്ലം മോഡൽ കൃഷി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിത്തും വളവും പൂട്ടുകൂലിയും ജില്ലാ പഞ്ചായത്താണ് നൽകിയത്. 2 മാസങ്ങൾക്ക് മുൻപ് ഏലായിൽ വിത്തുവിത മഹോത്സവം സംഘടിപ്പിച്ചിരുന്നു. വിത്ത് മുളച്ച് പാകമായി വരുന്നതിനൊപ്പം ഇത് പരിപാലിക്കുന്നതിന് ജോലിക്കാരില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നെൽവയലിൽ ജോലി ചെയ്ത് പരിചയസമ്പന്നരായവരുടെ അഭാവവും പരിചയമുള്ളവർ ആവശ്യപ്പെടുന്ന അമിത കൂലിയും നെൽകൃഷിയെ സാരമായി ബാധിക്കുന്ന അവസ്ഥയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. നെല്ലിന് കള പറിക്കേണ്ട സമയം കഴിഞ്ഞ് ഇപ്പം നെല്ല് വായിച്ചു തുടങ്ങി. ജോലിക്കാരെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. അത് കൂലി ഭയങ്കര ചാർജുമാണ്. ജോലിയും ആൾക്കാരുണ്ടെങ്കിലും ജോലിക്കാർ ഇതിപ്പം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചെങ്ങമനാട് BRM സെൻട്രൽ സ്കൂളിൽ കായിക ദിനാഘോഷം സംഘടിപ്പിച്ചു. കൊട്ടാരക്കര SI വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഠന വിഷയത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾ കൂടുതൽ അറിവുകൾ ആർജിക്കണമെന്നും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ കൂടുതൽ അറിവുള്ളവരായി തീർന്നാൽ മാത്രമേ പൊതുനിരത്തുകളിലെ അപകടങ്ങൾ കുറയുകയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BRM സെൻട്രൽ സ്കൂൾ മാനേജർ അശോക് കുമാർ, BRM ജൂനിയർ കോളേജ് പ്രിൻസിപ്പൽ CN കുറുപ്പ്, വൈസ് പ്രിൻസിപ്പൽ RM ജ്യോതി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോർജ്, മുൻ പ്രിൻസിപ്പൽ കലാറാണി, KG ഇൻചാർജ് മാഗി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കായിക ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് SI വിനോദ് കുമാർ പതാക ഉയർത്തി.
കായിക വിദ്യാർത്ഥികൾ 4 വിഭാഗങ്ങളായി തിരിഞ്ഞ് ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ പതാകയുമേന്തി മാർച്ച് പാസ്റ്റ് നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. കൊട്ടാരക്കര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷയെ ആസ്പദമാക്കി ബോധവത്കരണ ക്ലാസ് നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസേവകരായ നേതാക്കൾ സ്മാരകങ്ങളിലല്ല ജനഹൃദയങ്ങളിലാണെന്ന് CPM ജില്ലാ സെക്രട്ടറി. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റലിന്റെ അംഗീകാരത്തിന്റെ നിറവിൽ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ 2 ആതുരാലയങ്ങൾ. കലയും സംഗീതവും മാത്രമല്ല സംസ്കാരമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി. പത്തനാപുരത്തെ പൊതുചടങ്ങിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.